ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാൻഡില സ്റ്റഡി സർക്കിൾ. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് അഗ്നിവീർ വായു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 8 ഗ്രൂപ്പ് വൈയിലെ റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എയർഫോഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എന്തൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സെലക്ട് ദ വെൻ ഡയഗ്രാം ദാറ്റ് ബെസ്റ്റ് റെപ്രസെൻറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫോളോയിങ് സെറ്റ് ഓഫ് ക്ലാസ്സസ്. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ ടോളർ, ബ്ലാക്ക് ഹെയർ പീപ്പിൾ ആൻഡ് ഇന്ത്യൻസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കിവിടെ 3 സെറ്റ് ഓഫ് ക്ലാസ്സസ് നൽകിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ടോളർ, ബ്ലാക്ക് ഹെയർ പീപ്പിൾ ആൻഡ് ഇന്ത്യൻസ്. അപ്പം ഇവരെ തമ്മിൽ ഇൻ്റർലിങ്ക് ചെയ്യുന്ന വെൻ ഡയഗ്രാം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഒരു ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടോളർ ആവാം, ബ്ലാക്ക് ഹെയർ പീപ്പിൾ ആവാം. അപ്പോൾ ഒരു ബ്ലാക്ക് ഹെയർ പീപ്പിൾ എന്ന് പറയുന്നത് ടോളറും ആവാം, അവർ ഇന്ത്യൻസും ആവാം. അപ്പോൾ ഇത് മ്യൂച്വലി എന്താണ്, ഇൻ്റർലിങ്ക്ഡ് ആണ്. അപ്പം നൽകിയിരിക്കുന്ന ഓപ്ഷനിൽ അപ്പോൾ ഇത് മ്യൂച്വലി ഇൻ്റർലിങ്ക് ആയിട്ട് നൽകിയിട്ടുള്ളത് ഓപ്ഷൻ 2 ആണ്. സോ ഓപ്ഷൻ 2 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ദ ആംഗിൾ ഇൻ ഡിഗ്രീസ് ബിറ്റ്വീൻ ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് അറ്റ് 8:15 ഈസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 8:15 ആവുന്ന സമയത്ത് ഈ ഒരു ക്ലോക്കിൻ്റെ സൂചികൾക്കിടയിലുള്ള ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 125.5 ഡിഗ്രി, ഓപ്ഷൻ 2 170.5 ഡിഗ്രി, ഓപ്ഷൻ 3 157.5 ഡിഗ്രി, ഓപ്ഷൻ 4 150.5 ഡിഗ്രി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു റഫ് ഫിഗർ വരക്കാം. ഒരു ക്ലോക്ക്, ഇതിന് ഇവിടെയാണ് 3 വരുന്നത്, ഇവിടെ 9, ഇവിടെ 12, ദെൻ ഇവിടെ 6. അപ്പം നമ്മളോട് സമയം 8:15 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 8:15 എന്ന് പറയുമ്പോൾ ഒരു സൂചി 3ൻ്റെ അടുത്തായിരിക്കും, അടുത്ത സൂചി 8-ന്ന് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് പോയിരിക്കും. അപ്പം ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ഡിഗ്രിയാണ് കോണളവ്. 5 മിനിറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ് കോണളവ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് 4 വരും, ഇവിടെ 5, 6, 7, 8. അപ്പം മൊത്തം 5 × 30 പറഞ്ഞിട്ട് ഇവിടെ വരുന്നത് 150 ഡിഗ്രി ഓൾറെഡി ആയി. ഇനി ഇവിടെ 8 ജസ്റ്റ് ഒന്ന് കഴിയും, അതായത് 15 മിനിറ്റ് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പം ഒരു 360 ഡിഗ്രിയുടെ 4 ഒരു ഭാഗം മുന്നോട്ട് പോയി. അപ്പം നെക്സ്റ്റ് വരുന്ന ബാക്കി വരുന്ന ഡിഗ്രി എന്ന് പറയുന്നത് 30നെ കൊണ്ട് 4 ഡിവൈഡ് ചെയ്താൽ മതി. കാരണം ഇവിടെ 15 മിനിറ്റ് ആയതുകൊണ്ടാണ്. അപ്പം നമുക്ക് 7.5 കിട്ടും. സോ 150 + 7.5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് 157.5 ആണ്. അപ്പം 8:15 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവയ്ക്കിടയിലുള്ള ആ ക്ലോക്കുകളുടെ സൂചികൾക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 157.5 ഡിഗ്രിയാണ്. അടുത്ത ചോദ്യം, സെലക്ട് ദ വെൻ ഡയഗ്രാം ദാറ്റ് ബെസ്റ്റ് റെപ്രസെൻറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫോളോയിങ് മദർ, ഫാദർ ആൻഡ് എൻജിനീയർ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് മദർ, ഫാദർ ആൻഡ് എൻജിനീയർ ഇവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന വെൻ ഡയഗ്രാം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഫാദറിന് എൻജിനീയർ ആവാം, മദറിനും എൻജിനീയർ ആവാം. സോ ഈ ഒരു രീതിയിൽ ഇതിൽ ഇൻ്റർലിങ്ക് ചെയ്തിട്ടിരിക്കുന്നത് വെൻ ഡയഗ്രാം ഓപ്ഷൻ 4 ആണ്. സോ ഓപ്ഷൻ 4 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഫൈൻഡ് ഹൗ മെനി മീനിങ് വേർഡ് ക്യാൻ ബി ഫോം ഫ്രം ദ ഫസ്റ്റ്, 4th, 9th ആൻഡ് 10th ലെറ്റർ ഓഫ് എ വേർഡ് കറപ്ഷൻ. അപ്പോൾ നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കിവിടെ കറപ്ഷൻ എന്ന ഒരു വേർഡ് നൽകിയിട്ടുണ്ട്. അതിൽ 1ാമത്തെ ലെറ്റർ എടുത്തിട്ടും 4ാമത്തെ ലെറ്റർ എടുത്തിട്ടും 9ാമത്തെ ലെറ്റർ എടുത്തിട്ടും 10ാമത്തെ ലെറ്റർ എടുത്തിട്ടും ഫോം ചെയ്യാൻ പറ്റുന്ന മീനിങ് ഫുൾ വേർഡ് എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 1ാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് C ആണ്. ദെൻ നെക്സ്റ്റ് 4ാമത്തെ ലെറ്റർ R ആണ്. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പറ്റുന്ന 9ാമത്തെ ലെറ്റർ O ആണ്. ദെൻ നെക്സ്റ്റ് 10th ലെറ്റർ എന്ന് പറയുന്നത് N ആണ്. അപ്പോൾ Cയും Rഉം Oയും Nഉം വെച്ച് നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരൊറ്റ വേർഡ് മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ദാറ്റ് ഈസ് കോൺ ആണ്, CORN. അപ്പം ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ 1 ആണ്, 1. അടുത്ത ചോദ്യം, സെലക്ട് ദ വെൻ ഡയഗ്രാം ദാറ്റ് ബെസ്റ്റ് റെപ്രസെൻറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫോളോയിങ് ക്ലാസ്സസ് വിമൺ, മദർ, ഡോക്ടർ. അപ്പോൾ നമ്മോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് വിമണിനെയും മദറിനെയും ഡോക്ടറെയും റെപ്രസെൻ്റ് ചെയ്യുന്ന വെൻ ഡയഗ്രാം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പം ഒരു വിമണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെണ്ണിന് മദറും ആവാം ഡോക്ടറും ആവാം. അപ്പോൾ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ അത് മദറും ആവാം വിമണും ഒക്കെ. അപ്പോൾ ഇത് മൂന്നും തമ്മിൽ ഇൻ്റർലിങ്ക് ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു മൂന്നും തമ്മിൽ ഇൻ്റർലിങ്ക് ചെയ്യുന്നത് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ 2 ആണ്. സോ ഓപ്ഷൻ 2 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇഫ് ഫോസ്റ്റർ ഈസ് ഈക്വൽ ടു 36, ഡാൻസ് ഈസ് ഈക്വൽ ടു 25, ദെൻ ഓർക്കാഡ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ 1 50, ഓപ്ഷൻ 2 64, ഓപ്ഷൻ 3 49, ഓപ്ഷൻ 4 67. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഫോസ്റ്റർ എന്നത് ഈസ് ഈക്വൽ ടു 36 എന്ന് കൊടുത്തിട്ടുണ്ട്, ഡാൻസ് എന്നത് ഈസ് ഈക്വൽ ടു 25 എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഓർക്കാഡ് എന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ. അപ്പോൾ നമുക്കിവിടെ ഫോസ്റ്റർ എന്നുള്ളത് നോക്കിയാൽ അറിയാം 6 ലെറ്റേഴ്സ് ആണുള്ളത്. സോ 6ൻ്റെ സ്കോർ 36 ഇവിടെ വന്നു. നെക്സ്റ്റ് ഡാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ലെറ്റേഴ്സ് ആണുള്ളത്, 5ൻ്റെ സ്കോർ 25 വന്നു. അപ്പോൾ ഇവിടെ ഓർക്കാഡ് എന്നുള്ളത് നമുക്ക് എണ്ണി നോക്കിയാൽ അറിയാം 7 ലെറ്റർ ഉണ്ട്. സോ 7ൻ്റെ സ്കോർ 49 ആയിരിക്കും ഇതിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ. സോ ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, സെലക്ട് ദ നമ്പർ ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസിലെ ക്വസ്റ്റ്യൻ മാർക്കുള്ളടത്ത് ഏത് നമ്പർ ആയിരിക്കും വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സീരീസ് 423, 407, 439, 391, 455. നൽകിയിരിക്കുന്ന ഓപ്ഷൻസ് 373, 375, 374, 407. അപ്പോൾ നമുക്ക് ഈ നൽകിയിരിക്കുന്ന സീരീസുകൾ തമ്മിലുള്ള ഈ ഒരു നമ്പേഴ്സ് തമ്മിലുള്ള ബന്ധം നോക്കണം. അപ്പോൾ ഇവിടെ 16 ഡിഫറൻസിലാണ് ഈ ഒരു സീരീസ് പോകുന്നത്. അതായത് ഇവിടെ 423 കൊണ്ട് 16 കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 439 കിട്ടും. ഇവിടെ 407 നിന്നും 16 കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 391 കിട്ടും. നെക്സ്റ്റ് അപ്പോൾ ഇവിടെ വരുമ്പം ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം 439 കൊണ്ട് 16 കൂട്ടിക്കഴിഞ്ഞാൽ 455 കിട്ടും. ഇനി 391 നിന്നും 16 കുറച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ 391 നിന്നും 16 കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 375 കിട്ടും. സോ ആൻസർ ഓപ്ഷൻ 2 ആണ് 375. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർ ദ ഫോളോയിങ്. ലൈറ്റ് ഈസ് ടു ബ്ലൈൻഡ്, ദെൻ നോയ്സ് ഈസ് ടു. ഓപ്ഷൻ 1 അൺസൈറ്റഡ്, ഓപ്ഷൻ 2 ഡംബ്, ഓപ്ഷൻ 3 ഡീഫ്, ഓപ്ഷൻ 4 അഫോണിക്. അപ്പോൾ നമുക്കിവിടെ റിലേഷൻ നോക്കാം. ലൈറ്റ് ഈസ് ടു ബ്ലൈൻഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് വെളിച്ചം കാണാത്ത ആളെ നമുക്ക് ബ്ലൈൻഡ് എന്നല്ല, കണ്ണ് കാണാത്ത ആളെ നമുക്ക് ബ്ലൈൻഡ് എന്ന് പറയാം. ഇവിടെ നോയ്സ്, അതായത് ശബ്ദം ഒന്നും കേൾക്കാത്ത ആളെ നമ്മൾ വിളിക്കുന്നത് ഡീഫാണ്. സോ ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, സെലക്ട് ദ നമ്പർ ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ്. അപ്പോൾ ഈ ഒരു സീരീസിൽ നെക്സ്റ്റ് വരുന്നത് ഏത് നമ്പറാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന ഓപ്ഷൻ 1 92, ഓപ്ഷൻ 2 148, ഓപ്ഷൻ 3 90, ഓപ്ഷൻ 4 93. അപ്പോൾ നമുക്കൊരു സീരീസ് എങ്ങനെയാണ് പോകുന്നത് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ സംഖ്യ ആയിട്ടുള്ള 2 വരുന്നത് 1 സ്ക്വയർ പ്ലസ് 2 ആണ്. നെക്സ്റ്റ് 6 വരുന്നത് 2 സ്ക്വയർ പ്ലസ് 2 ആണ്. നെക്സ്റ്റ് 15 വരുന്നത് 3 സ്ക്വയർ പ്ലസ് 6 ആണ്. നെക്സ്റ്റ് 31 വരുന്നത് 4 സ്ക്വയർ പ്ലസ് 15 ആണ്. 56 വരുന്നത് 5 സ്ക്വയർ പ്ലസ് 31 ആണ്. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് സംഖ്യ വരുന്നത് സ്വാഭാവികമായിട്ടും 6 സ്ക്വയർ പ്ലസ് 56 ആയിരിക്കും. അതായത് 36 പ്ലസ് 56 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 92. ഓപ്ഷൻ 1 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇഫ് അഡീഷൻ മീൻസ് മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലിക്കേഷൻ മീൻസ് സബ്ട്രാക്ഷൻ, സബ്ട്രാക്ഷൻ മീൻസ് ഡിവിഷൻ ആൻഡ് ഡിവിഷൻ മീൻസ് അഡീഷൻ, ദെൻ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ദ ഗിവൺ എക്സ്പ്രഷൻ. അപ്പോൾ നമുക്കിവിടെ നൽകിയിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 37 പ്ലസ് 73 മൈനസ് 23 ഹരിക്കണം 32 ഇൻറ്റു 29. അപ്പോൾ അതിനെ നമുക്കിവിടെ മുകളിൽ നൽകിയിരിക്കുന്ന ചേഞ്ചസ് അനുസരിച്ച് മാറ്റുകയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷൻ മാറുന്നത് 37 ഇവിടെ അഡീഷനാണ് കൊടുത്തുള്ളത്. അഡീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷനാണ്. നെക്സ്റ്റ് ഇവിടെ വരുന്നത് 73. ക്വസ്റ്റ്യനിൽ കുറയ്ക്കണമെന്നാണ് കൊടുത്തുള്ളത്. കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഹരിക്കണം എന്നാണ്. സോ ഇവിടെ ഡിവിഷൻ കൊടുക്കാം. നെക്സ്റ്റ് 23 ക്വസ്റ്റ്യനിൽ ഹരിക്കണം എന്നാണ്. ഹരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അഡീഷനാണ്. 32 ആണ്. 32 ഇവിടെ ഹരിക്കണം, ഗുണിക്കണം 29. അപ്പോൾ ഗുണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയ്ക്കണം എന്നാണ്. സോ
-29. അപ്പോൾ ബോർഡ് മാസ് ഇവിടെ അനുസരിച്ചിട്ടാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 73 ഹരിക്കണം 23 ചെയ്യണം. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഡെസിമൽ പോയിൻ്റ് വരുന്ന ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് സാധാരണ വരാറില്ല. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം, കാരണം ഇത് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. സോ നമുക്കിവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് 73 ഹരിക്കണം 23 അപ്പോൾ ഇവിടെ 73 ഹരിക്കണം 23ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3.17 എന്ന് പറഞ്ഞ വാല്യൂ പോകും. അപ്പോൾ അതിനെ കൊണ്ട് 37 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 117.43 അതിനെ കൊണ്ട് പ്ലസ് ഇവിടെ 32 - 29 എന്ന് പറഞ്ഞാൽ 3 സോ 117.4 + 3 എന്ന് പറഞ്ഞാൽ 120.43 ഓപ്ഷൻ 4 ശരി ഉത്തരം. അടുത്ത ചോദ്യം, സെലക്ട് ദ ഫിഗർ ഫ്രം എമംഗ് ദ ഗിവൺ ഓപ്ഷൻസ് ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ്. ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ലൈനിൻ്റെ സീരീസാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ലാസ്റ്റ് വരുന്ന ഫിഗർ ഏതായിരിക്കുമെന്നാണ്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. സോ നമുക്ക് ഓപ്ഷൻ 1 കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെ ഏറ്റവും ടോപ്പിൽ എൻഡ് മാത്രം ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ ഷേപ്പ് വന്നിട്ടുള്ളത്, ബാക്കിയുള്ളതെല്ലാം റൈറ്റ് സൈഡിലാണ് ഷേപ്പ് ഉള്ളത്. അപ്പം സെക്കൻഡിലോട്ട് എത്തിയ സമയത്ത് ഈ ഒരു ഏറ്റവും ടോപ്പിലുള്ള ആൾ അതുപോലെ തന്നെ ഏറ്റവും അടിയിലേക്ക് എത്തി, ബാക്കിയുള്ള ഷേപ്പുകൾ റൈറ്റ് സൈഡിലുള്ള ഷേപ്പുകൾ റൈറ്റ് സൈഡിലായിരുന്നു. പക്ഷേ ഇവിടെ രണ്ടാമതായുള്ള ആൾ നെക്സ്റ്റ് ഫിഗറിൽ ഏറ്റവും ടോപ്പിലേക്ക് എത്തി. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇൻ്റർചേഞ്ച് ചെയ്തു, ഇവിടെ റൈറ്റിലുള്ളത് ഇത് ലെഫ്റ്റിലോട്ട് മാറി. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ സമയത്തും ഈ ഒരു ആൾ ഏറ്റവും അടിയിലേക്ക് പോന്നു, അപ്പോൾ ഇവിടെ വന്നു. ദെൻ ഇവിടുത്തെ ബാക്കി രണ്ടെണ്ണം ഷേപ്പ് റൈറ്റ് സൈഡിലോട്ടാണ്. ഈ ഒരു സെക്കൻഡിലുണ്ടായിരുന്ന രണ്ടാമത്തെ ആളുടെ ഷേപ്പ് തേർഡിലെത്തിയപ്പം അത് ഇൻ്റർചേഞ്ച് ആയി, ഏറ്റവും മുകളിലെത്തിയപ്പോൾ അത് ലെഫ്റ്റിലോട്ട് മാറി. നെക്സ്റ്റ് നാലാമത്തെ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്, അപ്പോൾ ഇയാൾ ഏറ്റവും അടിയിലോട്ട് പോകുന്നു, ഇവിടെ കൊടുത്തത് കാണാം. നെക്സ്റ്റ് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ഫിഗറിൽ രണ്ടാമതുണ്ടായിരുന്ന ആളുടെ എൻഡും ഇൻ്റർചേഞ്ച് ചെയ്തു, ഇങ്ങോട്ടേക്ക് മാറി. നെക്സ്റ്റ് ഈ ഒരു ഫിഗർ ഉണ്ട് ഇവിടെ. ഇനി അപ്പോൾ അടുത്തതിൽ സ്വാഭാവികമായിട്ടും ഏറ്റവും അടിയിൽ ഇയാളായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം ഈ 3 ഇതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നതായിരിക്കും. നെക്സ്റ്റ് ഈ ഒരു ഫിഗർ കൊടുത്തിട്ടുള്ളത് ഇങ്ങോട്ടേക്കായിരിക്കും, അതായത് ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും ഉണ്ടാവുന്നത്. സോ എല്ലാത്തിൻ്റെയും ഷേപ്പ് ഈ ഒരു 5th ഫിഗർ എത്തുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് കറക്റ്റ് ഓർഡറിൽ നൽകിയിരിക്കുന്നത് ഓപ്ഷൻ 4 സോ ഓപ്ഷൻ 4 ശരി ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് ആൻസർ ഫിഗർ വിൽ കംപ്ലീറ്റ് ദ പാറ്റേൺ ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഫിഗർ. അപ്പോൾ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു 4ാമത്തിൽ ഈ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുള്ള ഈ ഒരു കോളത്തിൽ ഏത് ഫിഗർ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഏത് പാറ്റേൺ ആണ് വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കിവിടെ ഈ ഒരു ഫിഗറും ഈ ഒരു പാറ്റേണും എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മിറർ ഇമേജ് ആണ് ഇവിടേക്ക് വരുന്നത്. ദെൻ ഇവിടെയും ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഈ ഒരു ഭാഗത്തും വരുന്നത്. സോ ഈ ഒരു ഫിഗർ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ കൊടുത്തുള്ളത് ഓപ്ഷൻ 1 സോ ഓപ്ഷൻ 1 ശരി ഉത്തരം. അടുത്ത ചോദ്യം, സെലക്ട് ദ കറക്റ്റ് മിറർ ഇമേജ് ഓഫ് ഫിഗർ എക്സ് വെൻ ദ മിറർ ഈസ് പ്ലേസ്ഡ് അറ്റ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഫിഗർ. ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഫിഗർ എക്സിൻ്റെ മിറർ ഇമേജ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു മിറർ നൽകിയിരിക്കുന്നത് ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ മിറർ ഇമേജ് എന്തായിരിക്കും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ നൽകിയിരിക്കുന്ന ഈ ഒരു ഫിഗർ, അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ബോക്സ് ഇവിടെ വരും. എന്നിട്ട് ഇതിൻ്റെ മിറർ ഇമേജാണ് ജസ്റ്റ് ഫിഗറായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈന്, ദെൻ നെക്സ്റ്റ് ഈ കോർണറിലോട്ടൊരു ലൈന്, നെക്സ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈന്, ദെൻ നെക്സ്റ്റ് ഉണ്ടാവുന്നത് ഈ ഒരു ഭാഗം ഇവിടെ തിരിഞ്ഞ് വരുന്നതായിരിക്കും. നെക്സ്റ്റ് എസിൻ്റെ മിറർ ഇമേജും ഈ ഒരു ഭാഗത്ത് വരുന്നതായിരിക്കും. സോ അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ 1 സോ ഓപ്ഷൻ 1 ശരി ഉത്തരം. അടുത്ത ചോദ്യം, 2 ഡിഫറെൻറ്റ് പൊസിഷൻസ് ഓഫ് ദ സെയിം ഡൈസ് ആർ ഷോൺ ബിലോ, ദ 6 ഫേസസ് ഓഫ് വിച്ച് ആർ നമ്പേർഡ് 1 to 6 dots. ഫൈൻഡ് ദ നമ്പർ ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു ദ വൺ ഹാവിങ് 2 dots. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നൽകിയിരിക്കുന്ന ഫിഗർ ഒരേ ഡൈസിൻ്റെ 2 വശങ്ങളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ 2ൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്
ഏത് നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ ഏത് ഡോട്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു ഡൈസിൻ്റെ ഒരു ഓർഡറിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ, നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ഓർഡറിൽ 2, 6, 5, ഇപ്പോൾ 2, 6, 5 ഈ ഒരു ഓർഡറിൽ എഴുതാം. നെക്സ്റ്റ് ഇവിടെയും 2 തുടങ്ങുന്ന ഈ ഒരു ഓർഡർ എടുക്കാം. സോ ഇവിടെ 2, 1, 3 എന്ന് വരും. അപ്പം 6ന് ഓപ്പോസിറ്റ് 1 ആയിരിക്കും, 5ന് ഓപ്പോസിറ്റ് 3 ആയിരിക്കും. അങ്ങനെയെങ്കിൽ 2ന് ഓപ്പോസിറ്റ് ഇതിൽ വരാത്ത സംഖ്യ ആയിട്ടുള്ള 4 ആയിരിക്കും. സോ ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, സ്പീക്കിംഗ് ടു ഇമ്രാൻ, സലീം സെഡ്, യു ആർ ദ സൺ ഓഫ് മൈ ഓൺലി സൺ ഇൻ ലോ. ഹൗ ഈസ് സലീം വൈഫ് റിലേറ്റഡ് ടു ഇമ്രാൻ? ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇമ്രാനോട് സലീം പറയാണ് യു ആർ ദ സൺ ഓഫ് മൈ ഓൺലി സൺ ഇൻ ലോ. അങ്ങനെയെങ്കിൽ സലീമിൻ്റെ വൈഫ് ഇമ്രാൻ്റെ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റഫ് ഫിഗർ വരയ്ക്കാം. അപ്പോൾ ഇവിടെ സലീം ഇമ്രാനോട് പറയണം. അപ്പോൾ ജസ്റ്റ് ഇവിടെ സലീമിനൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ സലീം പറയുന്നത് യു ആർ ദ സൺ ഓഫ് മൈ ഓൺലി സൺ ഇൻ ലോ. അപ്പം ഈ ഒരു കാര്യം വെച്ചിട്ട് യു ആർ ദ സൺ ഓഫ് മൈ ഓൺലി സൺ ഇൻ ലോ. സൺ ഇൻ ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുമകനാണ്. അതായത് ഈ ഒരു സലീമിൻ്റെ മകളുടെ ഭർത്താവിൻ്റെ മകൻ, അതായത് ഇയാളുടെ മോളെ കുട്ടിയാണ് ആര്? ഇമ്രാൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഹൗ ഈസ് സലീംസ് വൈഫ് റിലേറ്റഡ് ടു ഇമ്രാൻ? അതായത് സലീമിൻ്റെ വൈഫ് ഇമ്രാൻ്റെ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം സലീമിൻ്റെ വൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഫിഗർ കൊടുക്കാം. അപ്പോൾ അവിടെ സലീമിൻ്റെ വൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവൻ ആരായിരിക്കും? മെറ്റേണൽ ഗ്രാൻഡ് മദർ ആയിരിക്കും. സോ നൽകിയിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരം. സലീംസ് വൈഫ് ഈസ് മെറ്റേണൽ ഗ്രാൻഡ് മദർ ഓഫ് ഇമ്രാൻ. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ റീസണിങ് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.